ആദ്യം നമുക്ക് മാർക്കറ്റ് സമ്മറി നോക്കാം. ലാസ്റ്റ് വീക്കിൽ ക്ലിയർലി ഒരു ഷാർപ്പ് സെൽ ഓഫ് തന്നെയായിരുന്നു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 315 പോയിന്റ്സിന്റെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. 24,450 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ മെയിൻലി മാർക്കറ്റിൽ ബിഗ്ഗസ്റ്റ് പ്രഷർ ആയിട്ട് ആക്ട് ചെയ്ത അല്ലെങ്കിൽ മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്ത സ്റ്റോക്കുകൾ ബാങ്കിങ് സ്റ്റോക്കുകളാണ്. ICICI, ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫിനാൻസ് ഇതെല്ലാം ക്ലിയർലി ഡൗൺ ആയിരുന്നു. അതേപോലെ ചില സെക്ടറുകൾ നല്ല സ്ട്രെങ്ത് കാണിച്ചിരുന്നു. ഡിഫൻസ് സെക്ടർ സ്ട്രോങ് മൂവ് ആയിരുന്നു. BEL, മസ്ഗാവ് ഡോക്ക്, ഭാരത് ഡൈനാമിക്സ്, സോ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഗെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻലി റീസൺസ് മാർക്കറ്റ് ഫോളോ ആയതിന്റെ മെയിൻ റീസൺസ് ഗ്ലോബൽ സെന്റിമെന്റ്സ് തന്നെയാണ്. സോ റൈസിംഗ് ഗ്ലോബൽ ടെൻഷൻസ്, ഹയർ ഇൻഫ്ലേഷൻ, വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റ്, പ്രഷർ ഓൺ റുപ്പി, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തും ഒരു ഫാക്ടറും കൂടിയാണ്. നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ നോക്കാം. സോ നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ട് 24,300 ആയിരിക്കും നിഫ്റ്റിയുടെ ഒരു മേജർ ലെവൽ ഓഫ് സപ്പോർട്ട്. അപ്സൈഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,700 അല്ലെങ്കിൽ 25,000 ആയിരിക്കും നിഫ്റ്റിയുടെ ഒരു മേജർ ലെവൽ ഓഫ് സപ്പോർട്ടായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് വാച്ച് ചെയ്യേണ്ട സെക്ടർ ഡിഫൻസ്, പവർ, ക്യാപിറ്റൽ ഗുഡ്സ്, ഓയിൽ ആൻഡ് ഫാർമ ആൻഡ് സെലക്റ്റഡ് ആയിട്ടുള്ള PSU ബാങ്കിങ് സ്റ്റോക്കുകൾ. സോ ഓരോ ലാസ്റ്റ് വീക്കിന്റെ സെക്ടർ ഡേറ്റ് നോക്കുകയാണെങ്കിൽ പോസ്റ്റ് 7 ഡേയ്സിന്റെ സെക്ടർ ഡേറ്റിൽ പോസിറ്റീവ് ക്ലോസിംഗ് ഉള്ളത് ഫാർമ ആൻഡ് IT സെക്ടർ. ഫാർമ IT മാത്രമാണ് പോസിറ്റീവ് ക്ലോസിംഗ് ഉള്ളത്. സോ ബ്രോഡർ ഇൻഡെക്സ് 7 ഡേയ്സിന്റെ ഡേറ്റിൽ എല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഇന്ത്യ വിക്സ് മാത്രമാണ് ഒരു ഹൈ വോളറ്റാലിറ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യ വിക്സിന്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലും 11%, സോ 11% സ്പൈക്ക് ചെയ്തിരുന്നു ഇന്ത്യ വിക്സ്. സോ നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർഡർ നോക്കാം. സോ ഹൈ വോളറ്റാലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ സ്വിംഗ് പിക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ സൈസിങ്, സോ വളരെ ചെറിയ രീതിയിൽ മാത്രം പൊസിഷൻ സൈസിങ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. സോ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. വാല്യുവേഷൻ മിഡ് വാല്യുവേഷൻ ആണ്. മൊമെന്റം ഈ ഒരു മൊമെന്റം പിക്കാണ്. സോ മൊമെന്റം സ്കോർ ക്ലിയർലി ബുള്ളിഷ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ. സോ ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. 30-day SMA ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. ടേൺ അറൌണ്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് ഇത്. പെഗ് റേഷ്യോ ലോ ആണ്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്ത ഒരു സ്റ്റോക്കാണിത്. ഹൈ മൊമെന്റം സ്കോർ ആണ്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് 1 week and 1 month. കമ്പനി വിത്ത് ലോ ഡെപ്റ്റ്, സോ ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇതിന്റെ BV ഇംപ്രൂവ് ആവുന്നുണ്ട്. ഡിക്രീസ് ഇൻ NPA, നോൺ പെർഫോമിംഗ് അസറ്റിൽ ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട്. PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 10 ആണ് ഇതിന്റെ PE റേഷ്യോ. ടോപ്പ് ഗെയിനേഴ്സ് അതേപോലെ ഓളിയം ഷോക്കറിലും അപ്പിയർ ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണ്. സ്റ്റോക്ക് നിയർ 52-week ഹൈ വിത്ത് സിഗ്നിഫിക്കന്റ് ഓളിയം. സോ സ്റ്റോക്ക് നിയർ 52-week ഹൈ ആണ് വിത്ത് സിഗ്നിഫിക്കന്റ് ഓളിയം. സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ചിന്. സോ ഇത് ഏത് സ്റ്റോക്കാണെന്ന് നോക്കാം നമുക്ക്. ഇതിന്റെ ഡെയിലി ചാർട്ടാണ്. കർണാടക ബാങ്ക്, സോ കർണാടക ബാങ്ക് ലിമിറ്റഡിന്റെ ഡെയിലി ചാർട്ട് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓളിയം നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഓളിയം എക്സ്പാൻഷനോടെ കാണാൻ സാധിക്കും. ഒരു ഇൻവേർട്ടഡ് HNSE ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് റിസൾട്ട്, സോ ലാസ്റ്റ് അതിന്റെ ക്വാർട്ടർലി റിസൾട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു കർണാടക ബാങ്ക് ലിമിറ്റഡിൽ. സോ കറന്റ് മാർക്കറ്റ് പ്രൈസ് 217.8. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ കിട്ടുവാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ അറൌണ്ട് 212 to 217 ഒരു ബൈയിങ് റേഞ്ച് ആയിരിക്കും. രണ്ട് ടാർഗറ്റ് 230 and 238 ആയിരിക്കും ഇതിന്റെ ടാർഗറ്റ് വരുന്നത്. ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ടാർഗറ്റ്. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 208 ആയിരിക്കും ഇതിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ്. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻട്രാഡേ പിക്കിൽ ആദ്യം JK ടയർ. JK ടയറിൽ 15 minutes ചാർട്ട്. JK ടയർ 456 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ. 456 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 points, 4 പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 445 ആണ്. 445 ബ്രേക്ക് ചെയ്ത 441 ആയിരിക്കും JK ടയറിൽ ടാർഗറ്റ് വരുന്നത്. ഇൻഡസ് ടവേഴ്സ് ആണ് അടുത്ത്. സോ ഇൻഡസ് ടവറിൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ ഇൻഡസ് ടവർ 458 ഈ ഒരു ട്രെൻഡ് ലൈൻ ആണ് സ്ട്രോങ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇൻഡസ് ടവറിൽ. സോ 450 ബ്രേക്ക് ചെയ്ത ഒരു ബൈയിങ് എൻട്രി ആയിരിക്കും. 4 points, 4 പോയിന്റ് തന്നെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഡസ് ടവേഴ്സിൽ. APL ലിമിറ്റഡ് ആണ് അടുത്ത്. APL ലിമിറ്റഡും പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഒരു സൈഡ് വേസ് മൂവ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. സൈഡ് വേസ് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവ് ആണ്. 725 ബ്രേക്ക് ഔട്ട് ലെവൽ. 725 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 to 8 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 704 ആണ്. 704 ബ്രേക്ക് ചെയ്ത 7 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും.
APL ലിമിറ്റഡിൽ. നെക്സ്റ്റ് ഫിൻ കേബിൾസ്. ഫിൻ കേബിൾസ് സ്ട്രോങ് മൊമെന്റം കാണാൻ സാധിച്ചു. സോ റീസെന്റ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് പെർഫോമർ ആണ് ഫിൻ കേബിൾസ്. സോ 978 ആയിരിക്കും ബ്രേക്ക് ഔട്ട് ലെവൽ. 978 ബ്രേക്ക് ചെയ്താൽ 9 to 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 952. ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ 952 ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ. BDL. സോ ഡിഫൻസ് സെക്ടറിലെ വൺ ഓഫ് ദ സ്ട്രോങ് സ്റ്റോക്ക് ആണ് BDL. സോ BDLും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു ലാസ്റ്റ് ഡേയിൽ. സോ ഈ റെസിസ്റ്റൻസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് BDL. സോ BDL നെക്സ്റ്റ് ലെവൽ വാച്ച് ചെയ്യേണ്ടത് 1376 ബ്രേക്ക് ചെയ്താൽ ഫർദർ മൂവ് പ്രതീക്ഷിക്കാവുന്നതാണ്. 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ 1344 ആയിരിക്കും. 1344 ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും BDL.